ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിചിതവും അപരിചിതവുമായ പല മുഖങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്തൃദാസന്മാർ, വിശേഷ സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വളരെ അനുഗ്രഹീതമായ ഒരാരാധനയിൽ പങ്കുകൊള്ളുവാൻ കർത്താവെന്ന് എനിക്കും സാവകാശം ഒരുക്കി. ഈ സ്ഥലസഭയിലേക്ക് ഒന്ന് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനുള്ള ക്രമീകരണം ഒരുക്കി തന്ന സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരോടുള്ള പ്രത്യേക നന്ദി ഞാൻ ആമുഖമായിട്ട് അറിയിക്കുന്നു. എൻ്റെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ പേര് ഓർമ്മപ്പെടുത്തി. കോട്ടയം ചിങ്ങവനത്തിനടുത്ത് പന്നിമറ്റം എന്ന സ്ഥലത്താണ് ഞാൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കപ്പുറത്ത് കർത്താവിനെ ആശ്രയിച്ച് ഒരു പ്രവർത്തനം ആരംഭിക്കും. 10 വർഷമായി ഒരു സഭാകൂടി വരവ് ആരംഭിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. എന്നാൽ എല്ലായിടത്തെയും പോലെ വളരെ പരിമിതികളുടെ നടുവിലൂടെ ആണ് ഞങ്ങളുമായിരിക്കുന്നത്. ഈ 10 വർഷത്തിനോടകം 6ാമത്തെ സ്ഥലത്താണ് ഞങ്ങൾ വാടകയ്ക്ക് ആരാധിക്കുന്നത്. 45ഓളം ആളുകൾ കൂടി വന്നിരുന്നു. എന്നാൽ കോവിഡിനോടനുബന്ധമായിട്ട് കുറേ കാലം ആരാധന മുടങ്ങി. ആ സമയത്ത് നമുക്ക് ആരാധിക്കുവാനുള്ള സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞില്ല. തുടർന്ന് വന്നപ്പോൾ ആരാധനയ്ക്കൊരു സ്ഥലം ലഭ്യമാകാതെ വന്നു. ആ നിലയിൽ ചില ആളുകളൊക്കെ മറ്റ് പല സ്ഥലങ്ങളിലേക്കും മാറിപ്പോയി. എന്നാൽ ഇപ്പോൾ 20ഓളം ആളുകൾ കർത്താവിൻ്റെ മേശയിൽ പങ്കുകൊള്ളുന്ന 20ഓളം ആളുകൾ അവിടെ കൂടി വരുന്നുണ്ട്. കൃപയാൽ സഭ അനുഗ്രഹമായിരിക്കുന്നു. ഞങ്ങൾ ദീർഘവർഷങ്ങളായി, കഴിഞ്ഞ 6 വർഷങ്ങളായി ഒരു സ്ഥലം കെട്ടിടമുണ്ടാകുന്നതിന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥലത്ത് പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കടന്നു ചെന്നപ്പോൾ കോടുകുളഞ്ഞി ബാപ്റ്റിസ്റ്റുകാരുടെ ഒരു സ്ഥലവും സഭാഹാളും കുറേ കാലങ്ങളായിട്ട് അവിടെ അടഞ്ഞു കിടക്കുകയാണ്. കോവിഡിനോടുള്ള ബന്ധത്തിൽ തന്നെ അത് അടഞ്ഞുപോയി. ഞങ്ങളവരുമായിട്ട് സംസാരിക്കുകയും ഏകദേശം 30 ലക്ഷം രൂപ 28 ലക്ഷം രൂപ വില മതിക്കുന്ന ആ സ്ഥലവും ഒരു ചെറിയ സഭകളുമാണ്. അത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് തരാം എന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശ്വാസത്താൽ ഞങ്ങളതിനൊരു അഡ്വാൻസ് കൊടുത്തു. 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. അതിൻ്റെ കാലാവധി ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 3-ാം തീയതി ആയിരുന്നു. എന്നാൽ വീണ്ടും നവംബർ പകുതി വരെയുള്ള സമയത്തേക്ക് അവർ അത് നീട്ടിത്തരികയും അതനുസരിച്ച് ഞങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ദൈവജനം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും 8 മുതൽ 9 വരെയുള്ള സമയത്ത് അവിടെയുള്ള ദൈവജനം ഒരുമിച്ച് ഈ വിഷയം ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സവിശേഷമായ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇവിടെയുള്ള സ്ഥലസഭ ഉള്ള ആരാധന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശുശ്രൂഷകരായ പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത്, ദൈവാന ശുശ്രൂഷിച്ച പ്രിയപ്പെട്ടവർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ആ സ്ഥലസഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദിയും വീണ്ടും പ്രാവശ്യങ്ങൾ അറിയിക്കുന്നു. എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ പ്രഭാതത്തിലും പല വിധത്തിലുള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തിലൂടെയും കടന്നുപോയി. ആ സമയം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച, ഇന്ന് രാവിലെ പ്രചോദിപ്പിച്ച ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു പരിചയപ്പെടുത്തൽ കൂടെ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മോൻ്റെ വൈഫിൻ്റെ അനിയത്തിയാണ് മനു വിവാഹം ചെയ്തിരിക്കുന്ന പെൺകുട്ടി റോഷ്ലി. ആ നിലയിൽ കൂടിയാണ് എനിക്ക് ഇവിടേക്ക് കടന്നു വരുവാനുള്ള ഒരു വഴി തുറക്കപ്പെട്ടത്. തീർച്ചയായും ഞാൻ ആ കുഞ്ഞുങ്ങളെ ഓർത്ത്, ആ കുടുംബത്തെ ഓർത്ത് ഒക്കെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഈ കൊടുത്ത് ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് വൈഫുണ്ട്, 2 മക്കളാണുള്ളത്. 2 പേരും വിവാഹിതരാണ്.
മോള് എൻ്റെ മോൻ്റെ വൈഫ് അവൾ രണ്ടാമത്തെ പ്രഗ്നൻസിയാണ്. അടുത്ത മാസം, അതായത് നവംബർ മാസം 6-ാം തീയതി അഡ്മിറ്റ് ആവണം. 7-ാം തീയതി സർജറി ഉണ്ട്. ദയവായിട്ട് ആ ഉദരഫലത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ, സന്തോഷകരമായി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. ഞങ്ങളും കുടുംബമായി കർത്താവ് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം എല്ലാവരും കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ കുഞ്ഞുങ്ങളുമൊക്കെ എന്നോടൊപ്പമുണ്ട്. വിവിധ നിലകളിൽ അവർക്ക് കർത്താവ് കൊടുത്ത കൃപാവരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി, കേവലം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇവിടെയുള്ള ദൈവജനം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള, വളരെ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ഈ സ്ഥലസഭയ്ക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ള ദൈവദാസം, പ്രത്യേകിച്ച് എനിക്ക് പ്രിയ ജെയിംസ് റീസറുമായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പേ കാണാനും പരിചയപ്പെടുവാനുള്ള അവസരം ഒരുങ്ങി. പ്രിയ സൈച്ചാനുമായിട്ടും അങ്ങനെ പരിചയപ്പെടാനുള്ള അവസരം ഒരുങ്ങി. കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ചിലരെയൊക്കെ ഒന്ന് തൊട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. എങ്കിലും ഇന്നിങ്ങനെ ഒരുമിച്ചൊരു കൂട്ടായ്മയ്ക്ക് അവസരം തന്നല്ലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വളരെ സുപ്രസിദ്ധമായ ഒരു വാക്യമാണ്. എൻ്റെ മകനെ ക്രിസ്തുവേശുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമുക്കിതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും വിശദമായി പോകേണ്ട ആവശ്യകതയില്ല. അപ്പോസ്തലനായ പൗലൂസിൻ്റെ ഒടുവിലത്തെ ലേഖനമാണ് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരുപക്ഷെ പിന്തുടർച്ചക്കാരൻ എന്ന പോലെ നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ വലിയ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നതോടൊപ്പം തൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ ആശങ്കകളെയൊക്കെ ഒന്ന് ദൂരീകരിക്കുവാനും തന്നെ കർത്താവിൻ്റെ വേലയിൽ ശക്തിപ്പെടുത്തുവാനും ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരു വിശദീകരണം ആവശ്യമില്ല. ദൈവസഭ ഏറ്റവും അധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം, ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്നൊരു കാലഘട്ടം, ദൈവജനം ഏറെ ഭീഷണി നിലനിൽക്കുന്നൊരു കാലഘട്ടം, ജീവനും സ്വത്തിനും വലിയ അരക്ഷിതാവസ്ഥ നേരിട്ടിരിക്കുന്ന കാലഘട്ടം, ഏത് നിലയിലും മുന്നോട്ട് പോകുവാൻ വളരെയേറെ ദുഷ്കരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലൂസിലൂടെ തൻ്റെ ഭൃത്യനെ ഓർമ്മപ്പെടുത്തുന്നത്, തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ലോകത്തിൽ മറ്റൊന്നുകൊണ്ടും വിലമതിക്കുവാൻ കഴിയാത്ത, ലോകത്തിൽ മറ്റൊരു നിലയിൽ ശക്തീകരിക്കുവാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു മനുഷ്യന് വിലമതിക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ അപാരമായ കൃപയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദൈവഭൃത്യൻ ഈ വേദഭാഗം രേഖപ്പെടുത്തുന്നത്. എൻ്റെ മകനെ തിമോത്തിയോസേ, ദൈവത്തിൻ്റെ കൃപയാൽ ശക്തിപ്പെടുക. പ്രിയപ്പെട്ടവരെ, നാമും ജീവിക്കുന്ന സമകാലീന കാലഘട്ടം എന്ന് പറയുന്നത് അന്നത്തെയോളം വലിയ പ്രതിസന്ധികളൊന്നും നിലവിലില്ലെങ്കിലും, പ്രിയ ദൈവദാസൻ ഓർത്തതുപോലെ ഒരുപക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം അല്പം കടന്നുപോയോ എന്ന് ചിന്തിക്കുമാറ് അലസതയിലേക്ക് നാം കടന്നു പോകുന്ന ഒരു കാലത്ത് നാം നിൽക്കുമ്പോഴും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ണോടിക്കുന്ന, ചുറ്റുപാടുകളെ ശ്രദ്ധിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം, ഇന്ന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സുവിശേഷ വേല അത്ര എളുപ്പമല്ല. സുവിശേഷകന്മാർക്ക് ആയാസരഹിതമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയുന്ന കാലവും സമയവുമൊക്കെ വളരെ കടന്നുപോയിട്ടുണ്ട്. എവിടെയും ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ രൂപം കൊള്ളുന്നുണ്ട്. അല്ല, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിരൂക്ഷമായ നിലയിലുള്ള പ്രതിസന്ധികൾ രൂപം കൊള്ളുമ്പോൾ വർത്തമാന കാലഘട്ടത്തിലും 1-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിലും അതീവ പ്രസക്തിയുള്ളതാണ് എങ്ങനെ ധൈര്യപ്പെടാൻ കഴിയുമെന്നുള്ളത്, എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നുള്ളത്. ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് പോലും ലോകത്തിൽ കർത്താവിൻ്റെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും കടന്നു വരാവുന്ന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പര്യാപ്തമായ ദൈവിക കൃപയെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവകൃപയെക്കുറിച്ച് ഓർക്കാതെ നമുക്കെങ്ങനെയാണ് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുക? ഞാൻ പറഞ്ഞല്ലോ, കൃപയാൽ ശാക്തീകരിക്കപ്പെടുക. കൃപയാൽ ശാക്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം, ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ പറ്റൂ. മുന്നോട്ട് പോവുകയല്ല, നമ്മുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. തടസ്സങ്ങളെ അതിജീവിച്ചേ മതിയാകൂ. തോറ്റു പിന്മാറാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകുവാനുണ്ട്.
പക്ഷേ ഈ യാത്രയിൽ നാം ദൈവകൃപയാൽ ശക്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വളരെ ഗൗരവതരമായുള്ളൊരു കാര്യമാണ്. ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും മറ്റൊന്നല്ല. ബലം മനുഷ്യന് അനിവാര്യമാണ്. ബലത്തിനുള്ള വഴികൾ നാം തേടും. നമുക്ക് സ്വാഭാവികമായും നമുക്ക് കടന്നു പോകുവാൻ കഴിയാത്ത വഴിത്താരകളെ തരണം ചെയ്യുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇതര വഴികൾ തേടും. നമുക്ക് മുന്നോട്ട് പോയാൽ മതിയാകൂ. എന്നാൽ ഓർക്കണം, മുന്നോട്ട് പോകുവാൻ കായബലമോ ബുദ്ധിയുടെ വൈഭവമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ആർജിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാനുള്ള പരിശ്രമങ്ങളൊക്കെ പാഴിലായി പോകുമെന്ന് മാത്രമല്ല, അത് തെറ്റായ ദിശകളിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അല്ലയോ തിമോഥെയോസേ, ദൈവത്തിൻ്റെ കൃപയാൽ വേണം ശക്തിപ്പെടാൻ, അല്ലെങ്കിൽ ഇതര വഴികളിലേക്ക് മനസ്സിലിടാൻ സാധ്യതയുണ്ട്. ഇന്നിൻ്റെ ഒരു വലിയ പ്രശ്നം ബുദ്ധിയുടെ ശാക്തീകരണം സംഭവിക്കുകയാണ്. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ കൃപ നമുക്ക് ധാരാളമായി ലഭ്യമാകുവാൻ സാധ്യതയുള്ള ഇടത്തും ഞാനത് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കുവാൻ പര്യാപ്തമാണ് എന്നുള്ളത് പുതിയ തലമുറ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഞാൻ പുതിയ തലമുറ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, മറിച്ച് നവസാധ്യതകളുടെ മുമ്പിൽ നമ്മുടെ മുമ്പുള്ള സാധ്യതകൾ ദൈവകൃപയേക്കാൾ അപ്പുറമായി പലതിനെയും ഒക്കെ കാണുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓർക്കണം, ദൈവകൃപയോളം പര്യാപ്തമായ മറ്റൊന്നില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൽ ലഭിക്കുന്നതാ. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്താൽ നമുക്ക് ലഭ്യമാകുന്നതാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനഃപൂർവമായി ദൈവകൃപയിൽ ശക്തിപ്പെടുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആർക്കാ വെല്ലുവിളിയില്ലാത്തത്? ആർക്കാണ് പ്രതിസന്ധികളില്ലാത്തത്? ആർക്കാണ് ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാത്തത്? ജീവിതത്തിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പോരാട്ടം നടത്തേണ്ടാത്ത ഒരാളെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഈ പോർക്കളത്തിൽ നാം ജീവിക്കുന്നു എന്നുള്ളത്, പോരാട്ടം അനിവാര്യമായി വരുന്നു എന്നുള്ളതുമൊക്കെ. പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള ഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് മനഃപൂർവമായി ദൈവകൃപ അനുഭവിക്കുവാൻ, ദൈവശക്തി അനുഭവിക്കുവാൻ മനസ്സ് വെക്കുക. ദൈവകൃപ ആ നിലയിൽ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃപാരഹിത ശാക്തീകരണം സംഭവിക്കും. വളരെ അപകടകരമായിട്ടുള്ള ഒരു സാധ്യത ദൈവമക്കൾ ഓർത്തിരിക്കണം. നമുക്കത് ചെയ്തേ മതിയാകൂ, നമുക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. ഇവിടെയാണ് കൃപാരഹിത ശാക്തീകരണത്തിൻ്റെ അപകടകരമായ സാധ്യത തെളിഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വരുത്തി വെക്കുന്ന അപകടങ്ങളെ ഭയപ്പെടുകയും കൃപാരഹിത ശാക്തീകരണം കൊണ്ടുണ്ടാകാൻ ഇടയുള്ള അപകടങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ചയും നമുക്കുണ്ടാകുന്നിടത്താണ് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, തുടരുവാൻ നമുക്ക് കഴിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃപാരഹിത ശാക്തീകരണം ഉണ്ടാകാതെ കൃപയിലുള്ള ശക്തിപ്പെടൽ നമ്മുടെ ജീവിതങ്ങളിൽ അനുദിനം ഉണ്ടാകണം. കൃപയിലുള്ള ശാക്തീകരണം അനുദിനം സംഭവിക്കണം. അപ്പോസ്തലനായ പൗലോസ് താൻ 3 വട്ടം പ്രാർത്ഥിച്ചു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, ഈ ശൂലം നീങ്ങിപ്പോകണം. അതെന്താണെന്നൊന്നും നമുക്കറിയില്ല. പല വേദവിദഗ്ധന്മാരുടെ പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നത്. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അപ്പോസ്തലനായ പൗലോസിനോട് സ്വർഗം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത്തിൽ കഞ്ഞി വരുന്നു. ജീവിതത്തിൻ്റെ തുടർകാലങ്ങളിൽ, ജീവിതത്തിൻ്റെ പിന്നീട് ഒരിക്കലും ആ പ്രാർത്ഥനയെ ആവർത്തിക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം പൗലൂസിന്റെ ജീവിതത്തിൽ സുവിശേഷ വേലയിൽ അഭംഗുരം തുടരുവാൻ ദൈവത്തിൻ്റെ കൃപ അജയ്യമായിരുന്നു. അതുകൊണ്ട് പൗലൂസിനോട് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീന തികഞ്ഞു വരുന്നതാണ്. സ്തോത്രം. ബലം കുറയുമ്പോൾ റീചാർജ് ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപ. വാഹനത്തിനുള്ളിൽ പെട്രോൾ കാലിയാകുമ്പോൾ, തീരുമ്പോൾ, എഞ്ചിനേക്ക് ആവശ്യമായ ഇന്ധനം കുറയുമ്പോൾ ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ ഈ ജീവിത കാലഘട്ടത്തിൽ അനുദിനം നമുക്ക് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് തുടർമാനമായി നൽകിക്കൊണ്ടേയിരിക്കും.
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞകാല ഭക്തന്മാരെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ, സുവിശേഷവൽക്കരണത്തിൻ്റെ പോരാട്ടവേളയിൽ, പ്രതിസന്ധികളുടെയും കണ്ണുനീരിൻ്റെയും നടുവിൽ അജയ്യമായി നിലനിർത്തിയത് അവർ പഠിച്ചെടുത്ത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല. മറിച്ച് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ധാരാളമായി പകർന്നു നൽകിയ ദൈവകൃപയുടെ ആ അത്യന്തപരമായ ശക്തിയായിരുന്നുവെന്ന് ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകുവാനാകും? കൃപയിലാണ് നിൽക്കുന്നത് എങ്ങനെ അറിയാം? ചിലപ്പോൾ നമുക്ക് ചെറിയ സംശയം, എങ്ങനെയാണ് കൃപയിലാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് തിരിച്ചറിയാം? ഞാൻ വളരെ പെട്ടെന്നൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. സ്തോത്രം. വളരെ കൃത്യമായി ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃപയാലാണ് നിലനിൽക്കുന്നതെന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഈ സ്വയപരിശോധനയൊക്കെ ഉണ്ടല്ലോ, സ്വയപരിശോധന ഉണ്ടല്ലോ. അങ്ങനെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്, ഒരു വാക്കാണ് നമുക്ക് കാണാൻ കഴിയുക. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് എങ്ങനെയുള്ളതാണ്? ആ ആത്മാവിൻ അധിഷ്ഠിതമായി അധീശത്വം പാലിച്ചുകൊണ്ട്, ആ ആത്മാവിന് അടിമപ്പെട്ട്, ആ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു ദൈവം ഇതിനറിയാം ഞാൻ എങ്ങനെയാണ് ആയിരിക്കുന്നത്. നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്യം. ദൈവം നമുക്ക് നൽകിയ ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവകൃപയാൽ ശക്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിൽ ശക്തിയും സ്നേഹവും സുബോധവും യുക്തമായി സമ്മേളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവകൃപയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ശക്തിയും സ്നേഹവും സുബോധവും ഒരുപോലെ സമ്മേളിക്കപ്പെട്ടിരിക്കുന്ന സാരം. കൃപയാലുള്ള ശാക്തീകരണത്തിന് 2 ഉദാഹരണങ്ങൾ പറഞ്ഞ്, ബുദ്ധിയുടെ ശാക്തീകരണത്തിന് ഒരു ഉദാഹരണവും പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളാം, പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മുടെ ക്രിസ്തീയത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ നമ്മുടെ കർത്താവ് തന്നെയാണ്, സംശയമില്ല, നിസ്തർക്കമായിട്ടുള്ള കാര്യം. അങ്ങനെയെങ്കിൽ മനുഷ്യ ജീവിതത്തിലെ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. നാം ഇവിടെ കർത്താവിൻ്റെ മേശയോടുള്ള ബദ്ധചിന്തപ്പെടുത്തി സഹോദരക്കാരി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. ഈ അസാധാരണ സാഹചര്യങ്ങളിലാണ് കൃപയുടെ ശക്തി വെളിപ്പെടേണ്ടത്. അനായാസമായി മുന്നോട്ട് പോകാവുന്ന, മറ്റ് പരിമിതികളൊന്നുമില്ലാതെ സന്തോഷകരമായി പോകാവുന്ന ഒരു കാലത്ത് അനുഭവിക്കുന്നതല്ല ദൈവത്തിൻ്റെ അപ്രമേയമായ കൃപ. മറിച്ച് അതനുഭവിക്കുന്ന എപ്പോഴാണെന്നറിയുമോ? അസാധാരണ സാഹചര്യങ്ങളിൽ ഒരു ഒരു ദൈവ മനുഷ്യനെ വളരെ കൃതകൃത്യമായി നിലനിർത്തുവാൻ പര്യാപ്തമാണ് ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത്. അതിൽ സമ്മേളിക്കപ്പെട്ടിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അസാധാരണ സാഹചര്യത്തിൽ കർത്താവ് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം എന്നെടുക്കുമ്പോൾ, മത്തായി 26-39 ലൂക്കോസിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ ഒന്ന് എടുത്ത് വായിക്കുമ്പോൾ, ഒന്ന് വായിക്കാമോ? ആരെങ്കിലും വായിക്കാമോ? ലൂക്കോസ് 22:42. ലൂക്കോസ് 22:42. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ വേദഭാഗത്തു നിന്ന് എന്നെ വളരെ ചിന്തിപ്പിച്ച 1-2 പ്രയോഗങ്ങളുണ്ട്, ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ അസാധാരണ സാഹചര്യത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ, തിരുത്താൻ ബന്ധം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യാകുലപ്പെടുവാനും ഭ്രമിച്ചു പോകുവാനും അതീവ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിൽ കർത്താവ് പറയുകയാണ്. കർത്താവ് പറഞ്ഞ ഒന്നുകൂടെ വായിക്കാമോ? പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിതാവെ, അങ്ങ് ഇച്ഛിക്കുന്നത് അവിടെ വളരെ വളരെ മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്താൽ നിയോഗിതനായി വന്ന, അഥവാ സാക്ഷാൽ ദൈവമായിരുന്നവൻ
മനുഷ്യ വേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ തന്നെ സമ്പൂർണ്ണ മനുഷ്യനാണ്. ദൈവത്വത്തിൻ്റെ എല്ലാ അളവുകോലുകളിലും അതങ്ങനെ തന്നെ നിൽക്കുമ്പോൾ അവൻ സമ്പൂർണ്ണ മനുഷ്യൻ കൂടിയാണെന്ന് നമുക്കറിയാം. മാനുഷികമായ വേദനകളും ഭാരങ്ങളുമൊക്കെ അതികഠിനമായ വേദന അവൻ അനുഭവിക്കുന്നുണ്ട്. വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ സമാനമായി നിലത്ത് വീഴുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓർക്കേണ്ടത്, താൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അനിതര സാധാരണമായ ഘട്ടത്തിൽ കർത്താവ് പറയുകയാണ്, പിതാവെ അങ്ങിച്ഛിക്കുന്നത്. എത്ര വലിയ ശക്തിയുടെ പ്രകടനമാണ് നമുക്കിടെ കാണാൻ കഴിയുന്നത്. നേരിടുവാൻ പോകുന്ന ഓരോ അനുനിമിഷവും സംഭവിക്കുവാൻ പോകുന്ന, ആരൊക്കെ തന്നെ അപമാനിക്കുമെന്ന് പറയാൻ കഴിയുന്ന, ആരൊക്കെ തൻ്റെ മുഖത്ത് തുപ്പുമെന്ന് പറയാൻ കഴിയുന്ന, ആരൊക്കെ തൻ്റെ നേരെ വിരൽ ഉയർത്തുമെന്ന് പറയാൻ കഴിയുന്ന ആ മഹാദൈവം നോക്കണം. ഇവിടെ പറയുകയാണ്, പിതാവേ അങ്ങിച്ഛിക്കുന്നത് എൻ്റെ ഇച്ഛയല്ല, എൻ്റെ ഇഷ്ടമല്ല. ഒന്നാമത് ശക്തിയുടെ എൻ്റെ ഇഷ്ടമല്ല, അത് ശക്തിയുടെ പ്രകടനമല്ലേ. എൻ്റെ ഇഷ്ടമല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇവിടെ വായിക്കുന്നു, കർത്താവ് പറയുന്നു, പിതാവ് ഇച്ഛിക്കുന്നത് എന്തിനും തയ്യാർ അല്ലേ. എന്തിനും ഞാൻ റെഡിയാ. എന്നെക്കുറിച്ചുള്ള നിയോഗത്തിന് സമ്പൂർണ്ണമായി ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞാൻ പൂർണ്ണമായും റെഡിയാണെന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കിവിടെ കാണാൻ കഴിയും. തുടർന്ന് നാം കാണുന്നത്, ഞാൻ ഇച്ഛിക്കുന്നതല്ല, പിതാവ് ഇച്ഛിക്കുന്നത്. രണ്ട്, ഞാൻ ഇച്ഛിക്കുന്നതല്ല. അതല്ലേ ശരിയായ സുബോധം എന്ന് പറയുന്നത്. നാം പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ചിന്തകളിലുമൊക്കെയാണ് നമ്മുടെ കാര്യങ്ങളെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവഹിതത്തിൻ്റെ ഒത്ത നടുക്ക് നിന്നുകൊണ്ട് ദൈവഹിതം ആഗ്രഹിക്കുന്ന, ദൈവവചനം ആഗ്രഹിക്കുന്ന, ആ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ആ ഇച്ഛകൾക്ക് വിധേയപ്പെടുവാൻ കഴിയുന്നതല്ലേ ശരിയായ സുബോധം എന്ന് പറയുക. അങ്ങനെയെങ്കിൽ ഇവിടെ നാം വായിക്കുന്നു, ഞാൻ ഇച്ഛിക്കുന്നതല്ല ശരിയായ സുബോധം. ഒരു ദൈവ പൈതൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകണമെന്ന് പറയുമ്പോൾ നാം ശരിയായ ബോധത്തിലേക്ക് വരിക, ശരിയായ ചിന്താതലങ്ങളിലേക്ക് വരിക, ശരിയായ ചിന്താസരണികളിലൂടെ കടന്നു പോവുകയാണ്. മൂന്നാമത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിവില്ലാത്തതുകൊണ്ട് ഇവരെ ക്ഷമിക്കണം. ലൂക്കോസ് 23:34 എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാമല്ലോ. സ്നേഹം, ഇത് മൂന്നും ആ ഒരൊറ്റ ഘട്ടത്തിൽ ഒരുമിച്ച് പ്രകടമാവുകയാണ്. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ് അനിതര സാധാരണമായ അസാധാരണമായ ജീവിത സന്ദർഭത്തിൽ അവിടെ പ്രവർത്തിക്കുകയാണ്, അവിടെ ഇടപെടുകയാണ്. പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിവില്ലാത്തത് കൊണ്ട് ഇവർ ക്ഷമിക്കണം. സ്നേഹത്തിൻ്റെ ആത്മാവ്, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ തുലവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഭിലഷണീയമായ വികാരം ഇന്ന് സാമൂഹികമായി വരുന്നു. സമൂഹത്തിൽ ചുറ്റുപാടുകളില്ലാതെ വരുന്നു. നമുക്ക് ഭയപ്പെടുത്തുന്ന വാർത്തകൾ ചുറ്റുപാടും കേൾക്കുന്നു. പ്രിയപ്പെട്ടവന് നടുവിൽ ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യങ്ങളും വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. സ്തെഫാനോസ് പ്രവൃത്തി പുസ്തകം 7:14 വായിക്കുന്നു. സ്തെഫാനോസിൻ്റെ ചരിത്രം നമുക്കറിയാം. കല്ലെറിയപ്പെടുകയാണ്, വേട്ടയാടപ്പെടുകയാണ്. കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകളുമായി നിൽക്കുന്ന യൂത പരീക്ഷകൾ നിൽക്കുമ്പോൾ നോക്കുക, ഒരു ചെറുപ്പക്കാരൻ ഉയരങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആൾ രൂപമായി നിൽക്കുന്നു. ആര്? സ്തെഫാനോസ്. എന്താ സ്തെഫാനോസ് ചെയ്ത കുറ്റം? ആർക്കും പറയാൻ കഴിയില്ല. സമൂഹത്തിന് വിപത്തുണ്ടാക്കുമെന്നും അവൻ ചെയ്തില്ല. അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചു. ഒരൊറ്റ പ്രസംഗം, ഒരേ ഒരു പ്രസംഗം ലോകത്തെ മുഴുവൻ അവർ എതിരാക്കി മാറ്റി. അനുസര സാധാരണമായി ആ ഘട്ടത്തിലും നോക്കണം, ലോകം എന്ത് ചെയ്യുന്നുവെന്നോ അവരുടെ കയ്യിലെ കൂർത്തുമൂർത്ത കരിങ്കൽ ചീളുകളിലേക്കോ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ പോയില്ല. അവന്റെ കണ്ണുകൾ കടന്നു എന്നത് ഉയരങ്ങളിലേക്കായിരുന്നു. ദൈവകൃപ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ കരിങ്കൽ ചീളുകളെയല്ല കാണുക, മറിച്ച് ഉയരങ്ങളിലേക്കാണ് നോക്കുക. ആ കരിങ്കൽ ചീളുകളേക്കാൾ അവനെ ആകർഷിച്ചത്, ആ കരിങ്കൽ ചീളുകളേക്കാൾ അവൻ്റെ ചിന്തയെ മതിച്ചത് ഉയരങ്ങളിലേക്കുള്ള കാഴ്ചയാ. എന്താ അവൻ കണ്ടത്? സ്വർഗം തുറന്നിരിക്കുന്നൊരു കാഴ്ച. ദൈവകൃപയുടെ ഒരു പുതിയ വെളിപ്പെടുത്തലാണ്. ദൈവകൃപയുടെ
ഒരു പുതിയ അനാച്ഛാദനമാണ് കാണുന്നത്. ഇവിടെ മനോഹരമായ സ്ക്രീനുണ്ട്, മനോഹരമായി പാടാൻ കഴിയുന്ന പാട്ടുകളൊക്കെ ഈ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ സവിശേഷമായ ഒരു ദൃശ്യം അവൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവകൃപ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു ചിത്രം അവൻ ഉയരത്തിലേക്ക് നോക്കി. സ്വർഗം തുറന്നിരിക്കുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ചയാ! ദൈവകൃപയുടെ ഒരു പുതിയ ദൃശ്യം, നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം, നമ്മെ സമാശ്വസിപ്പിക്കുന്ന സ്വർഗം, വരവേൽക്കുവാൻ കാത്തു നിൽക്കുന്ന സ്വർഗം, ദൈവകുഞ്ഞാട്. ഹല്ലേലൂയ! ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര മനോഹരമായൊരു ചിത്രമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ ഈ ചിത്രം നമുക്ക് കാണാൻ കഴിയൂ. സാധാരണമായ വെല്ലുവിളികളുടെ നടുവിലാണ് നമുക്ക് ഈ ചിത്രം കാണാൻ കഴിയുക. അവൻ എന്താ പറഞ്ഞത്? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെ സുബോധത്തിൻ്റെ ആത്മാവ് എന്താ വിളിച്ചു പറഞ്ഞത്? അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് വിളിച്ചു പറഞ്ഞു. എത്ര ശ്രേഷ്ഠകരമായ, അഭികാമ്യമായ, നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു വാക്കുകളാണ് ഈ ദൈവമനുഷ്യനിലൂടെ പുറത്തു വരുന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ പുറത്തു വരുന്നത്. തൻ്റെ മുമ്പിൽ ജീവിക്കുവാൻ ഇനിയും സാധ്യതകൾ വളരെയാണ്. തൻ്റെ മുമ്പിൽ വിശാലമായ ലോകം തുറന്നു കിടക്കുന്നു. തൻ്റെ മുമ്പിൽ വിസ്തൃതമായ ഒരു ലോകമുണ്ട്. പക്ഷേ അതൊന്നുമല്ല അവനെ സന്തോഷിപ്പിച്ച, അവനെ വ്യാമോഹിപ്പിച്ച, അവനെ ചലിപ്പിച്ച ദൃശ്യമെന്ന് പറയുന്നത്, കാഴ്ചകളെന്ന് പറയുന്നത്, ചിന്തകളെന്ന് പറയുന്നത്, അത് അവനെതിരെ വരുന്ന കൂർത്തുമൂർത്ത കല്ലുകളെക്കാൾ കൂടുതൽ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തുറക്കപ്പെടുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചായിരുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ, പ്രതിസന്ധികളിൽ സ്വയമേവ നമുക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി കടന്നു പോകേണ്ട ആവശ്യകതയില്ല. അത് നമ്മെ തോൽപ്പിച്ച് കളയും, പരാജയപ്പെടുത്തി കളയും. പ്രിയപ്പെട്ടവരെ, നമ്മെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തി കളയും. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കർത്താവിൽ ആശ്രയിക്കാം, ദൈവകൃപയിൽ ആശ്രയിക്കാം. കർത്താവിൻ്റെ ദാസൻ പാടി, എനിക്ക് പാട്ടുകൾ വലിയ ഇഷ്ടം, ഒറ്റ വരി ഇത് പാടിക്കോട്ടെ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ 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 ചിന്തിയല്ലോ സ്വന്ത രക്തമെനിക്കായി, ചന്ദൻ ചിന്തും തിരുമേനിയൻ പേർക്കായി, സ്വന്തമായ എല്ലാറ്റേയും വെടിഞ്ഞ് ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്ത്, ബന്ധമില്ലാത്ത ഈ ഏഴയെ ഓർത്ത് കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ, കാട്ടിയതാം അൻപിതോ അൻപിതോ അൻപിതോ. ദൈവകൃപ നമുക്ക് വേണ്ടി പ്രകടമാക്കിയ ദൈവത്തിൻ്റെ അപാരമായ കൃപ. ഹല്ലേലൂയ! ദൈവജനമേ, നമുക്ക് കൃപയിൽ ആശ്രയിക്കാം. ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും അത് പര്യാപ്തമാണെന്ന്, ഏത് സാഹചര്യങ്ങളിലും അത് പര്യാപ്തമാണെന്ന്. വിദ്യാഭ്യാസം, ജീവിതത്തിൻ്റെ ഒരു മനുഷ്യൻ നേടുന്ന സകല തലങ്ങളിലും പര്യാപ്തമാണ് ദൈവത്തിൻ്റെ കൃപ. കാരണം ദൈവത്തിൻ്റെ കൃപയാ. അതാ കാരണം അതൊരു മനുഷ്യൻ്റെ സോഴ്സിൽ നിന്നുണ്ടാകുന്നതല്ല, ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നുണ്ടാവുന്നതല്ല, മറിച്ച് സകലവും നന്നായി ചെയ്യുവാൻ കഴിയുന്ന, ചരാചരങ്ങളിൽ ഉള്ളങ്കരങ്ങളിൽ വഹിക്കുന്ന, നിതാന്ത ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, സകലത്തിൻ്റെ ഉടമസ്ഥനായ മഹാദൈവത്തിൽ വരുന്ന ദൈവത്തിൻ്റെ കൃപ. സ്തോത്രം. അതുകൊണ്ട് ഈ കൃപയിൽ ആശ്രയിക്കണം. ഇനി ഞാൻ കൃപാരഹിത ശാക്തീകരണത്തിൻ്റെ ഒരു അപകടം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. തുടർന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ വാച്ച് 15 മിനിറ്റാണ് എന്ന് തോന്നുന്നു. അത് എനിക്കവിടെ കാണാൻ കഴിയുന്നില്ല. ബുദ്ധിയുടെ ശാക്തീകരണം സംഭവിക്കുന്നത് നമുക്ക് പ്രവൃത്തി പുസ്തകം ഒന്നെടുക്കാമോ? അതിൻ്റെ 5-ാം അധ്യായത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കെല്ലാം സുപരിചിതമായൊരു സംഭവം അവിടെ കിടപ്പുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സംഭവമുണ്ട്. ബുദ്ധിയുടെ അപ്പോസ്തലന്മാരുടെ അരികിലേക്ക്
ഒരു കുടുംബം കടന്നു ചെല്ലുക. നമുക്കറിയാം ആരൊക്കെയാണ്. അനന്യ സഫീറ ദമ്പതികളാണ്, നമുക്കറിയാം. എനിക്ക് ഈ വേദഭാഗം വായിച്ചപ്പോൾ മാതൃകയെന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. മാതൃക എവിടെയും കാണാമല്ലോ അല്ലേ? മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു. എന്താ അതിനകത്ത് മാതൃകയാക്കാവുന്ന ഒരു കാര്യം? അവരുടെ സ്ഥലം അവർ വിറ്റതല്ല മാതൃക. പക്ഷേ വിറ്റപ്പോൾ അവർ ആലോചിച്ചാണ് ചെയ്തത്. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം തന്നെ, തമ്മിൽ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക. പലപ്പോഴും പല കുടുംബ ബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം പരസ്പരം കൂടിയാലോചന, കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്തായിരുന്നാലും ഈ കുടുംബത്തിൽ അവർ ആ കാര്യങ്ങൾ വളരെ ആലോചിച്ച് തന്നെ ചെയ്തത്. ആ സ്ഥലം വിറ്റു. ആ പണത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ ആലോചിച്ചൊരു കാര്യം ചെയ്തു. ഇതിൻ്റെ ഒരു ഭാഗം എവിടെ കൊടുക്കാം? കൊടുക്കാം. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു ഒരു ഭാഗം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. പ്രവൃത്തി പുസ്തകം 4:32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അവിടെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അക്കാലത്ത് ആരും സ്വന്തമെന്നൊന്നും പറഞ്ഞില്ല. ഉണ്ടായിരുന്നെല്ലാം പൊതുവായി എണ്ണി. എല്ലാവർക്കും ഉണ്ടായിരുന്നെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഒരു പക്ഷേ അക്കാലത്ത് അവർ വിചാരിച്ചിട്ടുണ്ടാവാം, അക്കാലഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുന്ന ആത്മനാഥൻ്റെ വരവുണ്ടായേക്കാമെന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തു തന്നെയായിരുന്നാലും അതിൻ്റെ ശരിയും തെറ്റും എവിടെ കിടന്നാലും ഒരു കാര്യം സത്യമായിരുന്നു. അക്കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടായിരുന്നതെല്ലാം അവർ ഒരുമിച്ച് കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാർ ആവശ്യമുള്ളത് വിഭജിച്ചു കൊടുത്തു. അവരിൽ ആരും ബുദ്ധിമുട്ടുള്ളവരായിരുന്നില്ല. വളരെ അനുഗ്രഹീതവും കർണീയമെന്ന് തോന്നുന്ന ഒരു മാതൃക. അക്കാലത്ത് ശരിയെങ്കിലും പിൽക്കാലത്ത് പരാജയപ്പെട്ടു പോയ ഒരു പോളിസിയാണ്. അത് പിൽക്കാലങ്ങളിൽ എവിടെയും പരാജയപ്പെട്ടു. ആ ലോകത്തിൽ എവിടെയും വിജയകരമായില്ല. ലോകത്തിലെ പല രാജ്യങ്ങളും പരീക്ഷിച്ചു, അവരൊക്കെ പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ പ്രിയപ്പെട്ട ഒരുമിച്ച് ഒരു സ്ഥലം വിറ്റു. അവർക്കുണ്ടായൊരു സ്ഥലം വിറ്റു. അതിലൊരു ഭാഗം കൊണ്ടുവന്ന് ഈ പ്രിയപ്പെട്ടവരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റു പ്രത്യേകത, നമുക്കൊക്കെ എൻ്റേത് നിൻ്റേതെന്നുള്ളൊരു ഒരു പറച്ചിൽ ഈ കാലഘട്ടത്തിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ ഉണ്ടാക്കിയത് എൻ്റേത്, നിൻ്റേത്. ഇങ്ങനെയൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ അവർ ഒരുമിച്ചെടുത്ത തീരുമാനം, നമുക്കിത് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഭാഗം കർത്താവിൻ്റെ വിലയ്ക്ക്. എന്താ തെറ്റ്? നല്ല കാര്യമല്ലേ കർത്താവിൻ്റെ വിലയ്ക്ക്? ഞാൻ വിചാരിക്കും സിംഹഭാഗം കൊടുത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ തോന്നുന്ന ചില കാര്യമുണ്ട്. ഒരു ഉൾക്കാഴ്ചയെന്നോ ദീർഘവീക്ഷണമെന്നോ എന്നൊക്കെ പറയാവുന്ന ഒരു ദീർഘവീക്ഷണം ദൈവത്തിൽ വിഭിന്നമാണ്. ദൈവജനത്തിൻ്റെ ദർശനത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതാണ്. അവിടെ ഒരു ദീർഘവീക്ഷണത്തോടുകൂടി ഒരു കാര്യം ചെയ്തു. ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഇന്നിൻ്റെ സഭയുടെ സംവിധാനങ്ങൾക്ക് ഇളക്കം സംഭവിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം ആ പദ്ധതിയെ മുച്ചൂട് നശിപ്പിക്കാനുള്ള കാരണം മനുഷ്യൻ്റെ ചിന്ത ഇത് തകരുന്നതാണെന്നാണ്. ദൈവത്തിൻ്റെ സഭ തകർന്നു പോകുമെന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. പ്രതിസന്ധിയുടെ നടുവിൽ ഓർക്കണം, തകരാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സഭ മാത്രമാണ്. തകർക്കുവാൻ കഴിയാത്തതൊന്നുണ്ടെങ്കിൽ ആ കർത്താവിൻ്റെ സഭ മാത്രമാണ്. തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമെന്ന് ഒരു പരസ്യവാചകം നാം കണ്ടിട്ടുണ്ട്. തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നേടിയെടുത്ത കർത്താവിൻ്റെ സഭയല്ലാതെ മറ്റൊന്നില്ല. അവർ അവിശ്വസിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ട് ഈ പണം എടുത്തു വെച്ചുകൊണ്ട്, ചേട്ടാ ഇവരുടെ പണം കൂടി ഇല്ലായിരുന്നെങ്കിൽ കർത്താവിൻ്റെ പദ്ധതി തന്നെ പൊളിഞ്ഞു പോകുമായിരുന്നു. അനന്യാസും സഫീറയുടെയും ഒരേക്കറിന്റെ സ്ഥലം വിറ്റതിന്റെ ബാക്കി പണം കൊണ്ടാണോ കർത്താവിന്റെ സഭ, കർത്താവിന്റെ വരവോളം നിലനിൽക്കേണ്ടത്? അല്ല. പക്ഷെ അവരൊരു ചിന്തിച്ചു, ഈ സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇളകിപ്പോകും, ഈ സംവിധാനങ്ങൾ പരാജയപ്പെടും, ദൈവസഭ ഒരു താൽക്കാലിക പ്രതിഭാസമാണ്, ഇതൊരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത വർഷങ്ങളിൽ അതില്ലാതെയായി പോയേക്കാം, ഞങ്ങൾക്ക് നിലനിൽക്കണ്ടേ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ലെന്ന് പറഞ്ഞ് തൻ്റെ ചൂടുനിളം കൊണ്ടുണ്ടാക്കിയ സഭ, അവിടെ നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനം ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കണം. ബുദ്ധിയുടെ ശാക്തീകരണം ഉണ്ടാകരുത്. ബുദ്ധി പലതും പറയും, വിവേകമെന്ന് തോന്നുന്ന പലതും നമ്മുടെ ബുദ്ധിയിലേക്ക്
പിശാച് കൊണ്ടുവന്നേക്കാം. ഒരുപക്ഷെ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന പല വികലമായ ചിന്തകളും ദൈവജനത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളപ്പോൾ ബുദ്ധിയുടെ ശാക്തീകരണം, എന്നെ നടത്തുന്ന ഒരുവനുണ്ട്, എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഏത് കാലഘട്ടത്തിലും ദൈവജനം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക്, ആ ദൈവജനത്തിൻ്റെ വ്യവസ്ഥിതിക്ക് വിധേയപ്പെടുമെങ്കിൽ നിശ്ചയമായും അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ശരിയായ ദൈവകൃപ അനുഭവിക്കൽ എന്ന് പറയുന്നത്. എന്താ ചെയ്തത്? ഒരുപക്ഷെ നല്ല മാതൃകയെന്ന് തോന്നിയേക്കുന്ന ഒരു കാര്യം അവർ ചെയ്തു. പത്രോസിന്റെ ചോദ്യം പ്രവൃത്തി 5:3 പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയുവാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ്റെ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? എത്രമാത്രം കുറിക്കുകൊള്ളുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പത്രോസിലൂടെ ഉയർത്തുന്നത്. ദൈവവചനത്തിൻ്റെ അക്കാലത്തുള്ള ദൈവിക വ്യവസ്ഥിതിയുടെ ആ നിയമവലികളെ മറികടന്ന്, ആ വ്യവസ്ഥിതിയെ മറികടന്ന് ബുദ്ധിപരമെന്ന് തോന്നാവുന്ന, ഇച്ഛയിൽ തോന്നാവുന്ന ചില കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാമെന്ന് ശ്രമിച്ച, അല്ലെങ്കിൽ സഭയുടെ പരാജയത്തിന് ശേഷവും അന്നേ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു ബുദ്ധിപരമായ നിലപാടെടുത്തെന്ന് മറ്റുള്ള പറയാൻ ഇന്നേ തീരുമാനമെടുത്തവനെ കടക്കൽ വെട്ടി കർത്താവ് അവിടെ വെച്ച് മറുപടി കൊടുത്തു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നപ്പോൾ എന്നെ ഭയപ്പെടുത്തിയ ഒരു പ്രയോഗമാണ്. എന്നെ വളരെ ഭയപ്പെടുത്തിയ ഒരു പ്രയോഗമാണത്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നപ്പോൾ വിഭിന്നമായ ചിന്താഗതിയോടെ കടന്നുപോയത് നാശത്തിലേക്കുള്ള വാളായിരുന്നു. വിഭിന്നമായ ചിന്താഗതി നാശത്തിലേക്കുള്ള പടവുകളായിരുന്നു, തകർച്ചയിലേക്കുള്ള വഴിയായിരുന്നു. ഏക മനസ്സുള്ളവരായിരിക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിരിക്കും ദൈവത്തിൻ്റെ ജനത്തിന് ഒരുപക്ഷെ മനുഷ്യരെന്നുള്ളതിൽ പല ചിന്തകളും ഉണ്ടാവാം. എന്നാൽ ദൈവകൃപയിൽ നമുക്കൊരേ മനസ്സോടെ പോകാൻ കഴിയും. യാതൊരു തർക്കവുമില്ല, ഒരേ മനസ്സോടെ പോകാൻ കഴിയും. ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ അവിടെ ഒക്കെ തിരുത്തൽ ശക്തിയായി ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളും ഉണ്ടാകും. അതുവഴി അനുഗ്രഹീതമായ ജീവൻ നയിക്കുവാൻ നമുക്ക് കഴിയും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബാബേൽ ഗോപുരം നമുക്കറിയാം, മനുഷ്യൻ്റെ ബുദ്ധിയാണ്. ഒരു വലിയ ജലപ്രളയം, ആ ജലപ്രളയമൊക്കെ കഴിഞ്ഞ് ബുദ്ധിമാന്മാരായ ആളുകൾ ചേർന്ന് തീരുമാനമെടുത്തു, ഒരുമിച്ച് കൂടി ഇനിയും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് നിലനിൽക്കാം. ഇനിയും ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടായാൽ നമുക്ക് നിലനിൽക്കണം, നിലനിന്നാൽ മതിയാകും. എന്തു ചെയ്തു? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കൊരു പട്ടണം പണിയണം, നമുക്കൊരു പട്ടണം പണിയണം, അവിടെ ഒരു ഗോപുരം ഉണ്ടാവണം. ലോകത്തിൽ ഒരാൾക്ക് തകർക്കാൻ പറ്റാത്ത, ലോകത്തിൽ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു വ്യക്തിക്കും ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്ത ഒരു 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 എന്താ ഒരു സമുച്ചയം, കെട്ടിട സമുച്ചയം, ഒരു പട്ടണം പണിയണം. അതിൻ്റെ മധ്യത്തിൽ ഒരാൾക്കും തകർക്കുവാൻ കഴിയാത്ത, ഒരാൾക്കും ഇല്ലാഹിക്കുവാൻ കഴിയാത്ത, ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയാത്ത ഒരു ഗോപുരവും പണിയണം. തോറ്റുപോയില്ലേ? ഞാൻ ഓർക്കുക, ദൈവം ഇറങ്ങി വന്നെന്നാ വായിക്കുന്നത്, ഇറങ്ങി വന്നെന്ന്. ചെല്ലത്തക്ക ദൈവം ഇറങ്ങി വരും. ബുദ്ധിയുടെ ശാക്തീകരണം. പ്രിയപ്പെട്ടവരെ, ദൈവജനമേ, ഞാൻ പറയട്ടെ, നമുക്കൊരു പക്ഷേ ബുദ്ധിപരമെന്ന് തോന്നുന്ന പല നിലപാടുകളും നമ്മെ തോൽപ്പിച്ചേക്കാം. എന്നാൽ ദൈവകൃപ നമ്മെ വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നാളെ നമുക്കറിയില്ല. നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വെല്ലുവിളികളെ അടുത്ത നിമിഷങ്ങളിൽ നേരിടേണ്ടി വരുമ്പോൾ ദൈവകൃപയാണോ ബുദ്ധിയുടെ ശാക്തീകരണമാണോ സംഭവിക്കപ്പെടുന്നത്? ബുദ്ധിയുടെ ശാക്തീകരണം തോൽപ്പിച്ച് കളയുന്നിടത്ത് ദൈവകൃപ നമ്മെ വിജയകരമായ ജീവിതത്തിലേക്ക് നയിക്കും. മാത്രമല്ല, അത് വലിയ പ്രതിഫലങ്ങൾക്ക് നമ്മെ ഉടമസ്ഥന്മാരാക്കി തീർക്കും. ഈ ദൈവകൃപ അനുഭവിച്ച പൗലൂസ് ജീവിത സായാഹ്നത്തിൽ പറഞ്ഞ, വളരെ കൃതാർത്ഥതയോടുകൂടെ പറഞ്ഞ
ഒരു വാക്ക് കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ! നീതിയുടെ കിരീടം. പ്രതിസന്ധിയുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ ദൈവകൃപ ധാരാളമായി അനുഭവിച്ച ദൈവത്തിന് പ്രത്യേകം പറയാ, ഇനി എനിക്ക് നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എന്നോടുകൂടെ പ്രിയം വെച്ച സകലർക്കും. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ബുദ്ധിയുടെ ശാക്തീകരണം സംഭവിക്കുവാനിടയുള്ളിടത്ത് ദൈവകൃപയുടെ ശാക്തീകരണം അനുഭവിക്കട്ടെ, ദൈവകൃപ ധാരാളം അനുഭവിക്കട്ടെ. വലിയ സന്തോഷം അതുവഴി, വലിയ പ്രതിഫലം അതുവഴി, വലിയ വിജയകരമായ ജീവിതം അതുവഴി. അതിന് സർവശക്തൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശിച്ചും പ്രാർത്ഥിച്ചും എന്നെയും ഞങ്ങളുടെ കുടുംബത്തെയും കോട്ടയം പന്നിമരത്തിനടുത്തുള്ള കൊച്ചു സഭയെയും ഞാൻ ഓർപ്പിച്ചല്ലോ. അടുത്ത മാസം 2ാമത്തെ ആഴ്ചയിൽ എൻ്റെ രജിസ്ട്രേഷൻ നടക്കണം. പഴയ ഒരു ബിൽഡിങ്ങാണ്, 35ഓളം വർഷം പഴക്കമുണ്ട്. കട്ടള ജനലിലൊക്കെ പോയി വളരെ പഴക്കം ചെന്നൊരു കെട്ടിടമാണ്. അതിൻ്റെ കുറേ റിനോവേഷൻ വർക്കൊക്കെ ചെയ്യാനുണ്ട്. അക്കാര്യങ്ങളെല്ലാം ചെയ്ത് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഡിസംബർ, കർത്താവ് വരുവാൻ താമസിച്ചാൽ ഡിസംബർ മാസം ജനുവരി അടുത്ത 2026 മുമ്പ് തന്നെ അങ്ങോട്ട് കയറി ആരാധനയ്ക്ക് കയറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും ഞങ്ങളെ ഓർക്കണമേ എന്ന് ഓർപ്പിച്ചും ഇതുവരെയും എന്നെ കേട്ട മുഴുവൻ ആളുകളോടും, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം ആ നിലയിൽ സംസാരിക്കാനുള്ള അവസരം നൽകിയ ദൈവസഭയോടും പ്രത്യേകം നന്ദി അറിയിച്ചും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.